പിള്ളേർ വരില്ല. ഞാൻ ആരോടും പറയാണ്ട് സഹിച്ചു പിടിച്ചിരിക്കുന്ന ഇവിടെ. സത്യം എന്റെ കൊച്ച ഇവനൊന്ന് ചത്ത് കിട്ടിയെങ്കിൽ സമാധാനം. ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഞാൻ മിണ്ടൂല്ല. എന്താ പറയാ, എനിക്ക് 65 വയസ്സായി. 65 66 അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് അടിക്കും. ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. എന്നാലും ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തില് ഞാൻ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എടാ ഇത് സത്യമായ കാര്യമാണോ അതോ അല്ല നോണ? ഇവൻ ഈ കാണുന്ന ഒരു മോനൊന്നും അല്ല. നിങ്ങൾ ഈ നല്ല ചെറുക്കൻ കണ്ട, നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് കൊച്ചെ. പക്ഷെ ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിന് നീര് വീഴും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വായങ്ങോട്ട് തുറന്നാണ്ടല്ലേ പേലാട്ട് തെറി വിളിക്കുള്ളൂ എന്നെ. എന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. നമുക്കിവിടെ ആരായിരിക്കണത്? ഒരു മോനേ ഉള്ളൂ എന്റെ കൊച്ചെ. ഞാൻ അനുഭവിക്കാവുന്നതിന്റെ അങ്ങ് അറ്റായി. തളരരുത് രാമൻകുട്ടി, തളരരുത്. നായിന്റെ മോൾ ഇവനെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാത്തോണ്ടായി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ, വെരട്ടിപ്പറ ചെറ്റയാടാ. ഇവനൊന്നും അങ്ങനെയൊന്നും ഒരു പെണ്ണിനെ അവന്റെ അടുത്ത് ഇവന് ജീവിക്കാൻ പറ്റൂല. അതെങ്ങനെ ഒരു പെൺകുട്ടിയെ വലത് കാലം വെച്ച് ഈ വീട്ടിനകത്ത് കേട്ടില്ലാന്ന് പറഞ്ഞ് ശബദം എടുത്ത് കാലിൽ നീട്ടി ഇരിക്കുകയല്ലേ എന്റെ മുത്തശ്ശി. എന്നാ ഞാൻ കമ്പനാവണമെന്ന് അറിയില്ല. കാല് പിടിച്ച് ഇങ്ങനെ അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ